വൈലിയുടെ മൂന്നാം നില യാത്ര 2025 മെയ് 11 രാവിലെ 10 മണിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ചു. നീലത്താമര വിരിയുന്ന മലമക്കാവ് അയ്യപ്പൻ കാവിലേക്കാണ് യാത്ര ആദ്യം കടന്നു ചെല്ലുന്നത്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. പുതിയ സൗഹൃദങ്ങൾ, പഴമയുടെ പുതുമയുടെ അറിയാപ്പുറങ്ങൾ തേടിയുള്ള യാത്രകൾ, നിളയുടെ പൈതൃകം തേടിയുള്ള യാത്രകൾ, ഓരോന്നും നാളേക്കുള്ള ചേർത്തുനിർത്തലുകളാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മലമക്കാവ് അയ്യപ്പ ക്ഷേത്രം. കളങ്കമില്ലാത്ത വിശ്വാസവും കറപുരളാത്ത ഭക്തിയും ഉണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഒരു നീലത്താമരയായി ക്ഷേത്രക്കുളത്തിൽ വിരിയും. ഒരു ദേശത്തിന്റെ വിശ്വാസത്തെ എൻഡിയുടെ കഥകളിലൂടെ ലോകമറിഞ്ഞ നാട് മലമൽക്കാവ്. തലമുറകളായി കൈമാറി വരുന്ന വിശ്വാസത്തിന്റെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്ന ഇടം. എത്ര പറഞ്ഞാലും ഈ നാടിന്റെയും ഇവിടുത്തെ മലമൽക്കാവ് ക്ഷേത്രത്തിന്റെയും വിശേഷങ്ങൾ തീരില്ല. നീലത്താമരയുടെ വിശേഷങ്ങളുമായി മനസ്സിൽ കയറിക്കൂടിയ മലമൽക്കാവ് ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളും ഇനി കൂടുതൽ നമുക്ക് കേൾക്കാം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമക്കാവ് അയ്യപ്പ ക്ഷേത്രം അയ്യപ്പന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമാണ്. പരമ്പരാഗതമായി ദേവന വഴിപാടായി ഉപയോഗിക്കുന്ന ചെങ്ങഴിനീർ പൂവ് എന്ന പ്രത്യേക പുഷ്പം ഈ ക്ഷേത്രക്കുളത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഈ പ്രത്യേക പുഷ്പം പരമ്പരാഗതമായി ദേവതയ്ക്ക് വഴിപാടായി ഉപയോഗിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ മാത്രം വളരുന്നതുമാണ്. ഈ പുഷ്പം പതിവായി ദേവതയായി ഉപയോഗിക്കാറുണ്ട്. ക്ഷേത്രകുളത്തിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. കേരളത്തിലെ 108 അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. മലമേൽ കാവ് എന്ന പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവയെല്ലാം ഒരു ചെറിയ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാവ്.
പൂർണ്ണഹൃദയത്തോടെ പ്രാർത്ഥിച്ച് അയ്യപ്പന്റെ കാൽക്കൽ വഴിപാടുകൾ അർപ്പിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അടയാളമായി അടുത്ത ദിവസം ക്ഷേത്രക്കുളത്തിൽ ചെങ്ങഴി നീർ പുഷ്പം വിരിയുമെന്ന് ഐതിഹ്യം പറയുന്നു. മലമക്കാവ് അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഐതിഹ്യം നീലത്താമര എന്ന സിനിമയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അയ്യപ്പ ക്ഷേത്രങ്ങളിലെ തീയാട്ടു ചടങ്ങുകൾ നടത്താൻ അവകാശമുള്ള തീയാട്ടു നമ്പ്യാർമാർക്ക് മലമക്കാവിൽ ഒരു ശാഖയുണ്ട്. അവിടെ അവർ മലമക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് താമസിക്കുന്നത്. കേരളത്തിലുടനീളമുള്ള മറ്റ് നിരവധി ക്ഷേത്രങ്ങളുമായി ഈ ക്ഷേത്രം പങ്കുവെക്കുന്ന ഐതിഹ്യം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുമി ദമ്പതികൾ തങ്ങളുടെ കന്നുകാലികളുമായി വനത്തിൽ മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവ്യശിലയിൽ യാദൃശ്ചികമായി പ്രത്യക്ഷപ്പെട്ടുവെന്നാണ്. അരിവാൾ കൊണ്ട് അടിച്ചപ്പോൾ പാറയിൽ നിന്ന് രക്തം വാർന്നു. അങ്ങനെ അതിന്റെ ദിവ്യത്വം എല്ലാവർക്കും വ്യക്തമായി. കാട്ടിൽ ഒരു ദിവ്യസത കണ്ടെത്തിയതായി താമസിയാതെ വാർത്ത പരന്നു. പ്രത്യേകം നിർമ്മിച്ച ഒരു ശ്രീകോവിലിൽ ദേവതയെ ഔപചാരികമായി പ്രതിഷ്ഠിച്ചു. വിഗ്രഹത്തിന് ചുറ്റും ഒരു ചെറിയ ക്ഷേത്രം സ്ഥാപിച്ചു. പ്രധാന പ്രതിഷ്ഠയായ അയ്യപ്പൻ കിഴക്കോട്ട് ദർശനമായി സ്ഥാപിച്ചിരിക്കുന്നതിനാൽ വഴിപാടുകൾ നടത്താം. ഭഗവതിയും ശിവനുമാണ് മറ്റു വിഗ്രഹങ്ങൾ. ധനുമാസത്തിലെ അവസാന ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ ഉത്സവമായ താലപ്പൊലി ആഘോഷിക്കുന്നത്. പടിഞ്ഞാറേപ്പട്ട് നമ്പ്യാർ വംശത്തിലെ സമീന്ദാർ കുടുംബമാണ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരും നടത്തിപ്പുകാരും. ക്ഷേത്രക്കുളം കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പ്രശസ്ത എഴുത്തുകാരനും ജ്ഞാനപീഠ അവാർഡ് ജേതാവുമായ എം.ടി. വാസുദേവൻ നായർ കൂടല്ലൂരിൽ ജനിച്ചു. മലമക്കാവ് യു.പി. സ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. നീലത്താമര എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയുടെ രചയിതാവാണ് അദ്ദേഹം. എം.ടിയുടെ എഴുത്തിലൂടെ ഈ ശാന്തമായ ഗ്രാമം കേരളത്തിന്റെ സാഹിത്യഭാവനയിൽ പ്രശസ്തി നേടിയിട്ടുണ്ട്.